പാലക്കാട് നെന്മാറ സ്വദേശി സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരയുടെ ശിക്ഷാവിധി മറ്റന്നാളാണ്. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ പരാമർശിച്ചായിരുന്നു വാദം. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. സജിതയെ കൊലപ്പെടുത്തിയത് ചെന്താമരയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ജില്ലാ കോടതി കണ്ടെത്തിയത്. താനും ഭാര്യയുമായുള്ള പ്രശ്നത്തിന് കാരണം സജിതയാണെന്നാണ് ചെന്താമര കരുതിയിരുന്നത്. ഇതിനെ തുടർന്നാണ് 2019 ഓഗസ്റ്റ് മാസം സജിതയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. അന്ന് വനമേഖലയിൽ ഒളിവിൽ പോയ ചെന്താമര ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ പോലീസ് പിടികൂടി. 2022 ഉപാധികളോടെ ജാമ്യത്തിൽ പുറത്തിറങ്ങി. എന്നാൽ പിന്നീട് കേരളം കണ്ടത് ഞെട്ടിക്കുന്ന വാർത്ത. സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തി. ആസൂത്രിതമായാണ് ഇയാൾ ഈ കൊലപാതകം നടപ്പാക്കിയത്. ഇതിനായി ആയുധം നേരത്തെ തന്നെ കയ്യിൽ കരുതിയിരുന്നു. 1 മാസമായി ഇയാൾ വീട്ടിലേക്ക് വന്നും പോയുമിരുന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്റെ പത്രക്കാരാണ് ദേശാഭിമാനി. ആദ്യ കേസായ സജിത വധക്കേസിലാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ഒരു റിഗ്രറ്റും കണ്ടില്ല. വളരെ ധാർഷ്ട്യത്തോടെയാണ് എല്ലാം കോടതിയിലെ സംസാരവും കോടതി ചോദിക്കുമ്പോഴുള്ള സംസാരവും. അയാൾക്ക് യാതൊരു വിഷമമോ മനവിഷമമോ ഒന്നും കണ്ടതില്ല. ചെന്താമര പ്രതിയായ പോത്തുണ്ടി സജിത വധക്കേസിലാണ് ശിക്ഷാവിധി ശനിയാഴ്ചത്തേക്ക് മാറ്റിയത്. ഇന്നിപ്പോൾ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്ന വാദത്തിനൊടുവിലാണ് ഈ ശനിയാഴ്ചത്തേക്കുള്ള വിധി ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് കോടതിയിൽ നിന്നും ലഭിച്ചത്. ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ഇന്ന് വാദിച്ചത് പ്രതിയായിട്ടുള്ള ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ തന്നെ നേടിക്കൊടുക്കണം എന്നുള്ള തരത്തിലായിരുന്നു ഇന്ന് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ഇതിന് എതിരായി പ്രതിഭാഗം ഉന്നയിച്ചത് ഇത് റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് ആയിട്ടുള്ള കേസായി കണക്കാക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ ഇത് പരമാവധി ശിക്ഷ നൽകരുത് എന്നുള്ളൊരു മറുവാദമായിരുന്നു പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തന്നെയുമല്ല, ഈ പ്രതിയായിട്ടുള്ള ചെന്താമര ഇതിനു ശേഷം നടത്തിയ 2 കൊലപാതകവും ഈ കേസുമായി ഒരിക്കലും കൂട്ടിക്കെട്ടാൻ സാധിക്കില്ല. ഇതിനു മുമ്പ് ഈ സജിതയുടെ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് പ്രതിക്ക് യാതൊരു വിധ ക്രിമിനൽ പശ്ചാത്തലവും ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വാദവും പ്രതിഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഏതായാലും നിരവധിയായിട്ടുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും എല്ലാം വിവിധങ്ങളായിട്ടുള്ള ഉത്തരവുകൾ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇന്നിപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദം നടന്നത്. ഇത് ഒരിക്കലും ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്നുള്ളതിൽ തന്നെ പ്രതിഭാഗം ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ പരമാവധി ശിക്ഷ തന്നെ, വധശിക്ഷ തന്നെ നേടിക്കൊടുക്കണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതോടൊപ്പം രാജീവ് ഗാന്ധി കേസിലെ ആ ഒരു വിധിന്യായവും സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഇന്നിപ്പോൾ വാദിഭാഗം ഈ ഒരു പരമാവധി ശിക്ഷ നേടിക്കൊടുക്കണം, അതുപോലെ പരോൾ അടക്കമുള്ള കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ശിക്ഷയായിരിക്കണം എന്നുള്ള തരത്തിലായിരുന്നു ഇന്നിപ്പോൾ വാദിഭാഗം കോടതിയിൽ വാദിച്ചത്. ഏതായാലും ശനിയാഴ്ചയാണ് ഇനിയിപ്പോൾ ഈ കേസിൽ വിധി വരിക. ഇന്നിപ്പോൾ ചെന്താമരയെ ഇവിടെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയിരുന്നില്ല. വീഡിയോ കോൺഫറൻസിംഗ് മുഖേനയായിരുന്നു ചെന്താമര ഇന്നിപ്പോൾ നടന്ന വാദത്തിൽ പങ്കെടുത്തത്. മാതൃഭൂമി ന്യൂസ്.